ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പം ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, ഈ വരുന്ന ഓഗസ്റ്റ് 1 അർജുന അശോകൻ നായകനാവുന്ന മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമ, നിങ്ങളൊക്കെ ട്രെയിലർ കണ്ടു കാണും. സുമതി വളവ് റിലീസിന് വരികയാണ്. അപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സുമതി വളവ് ഒരു ചർച്ചാ വിഷയമാണ്. സുമതി വളവ് എന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ബരദൂർ റോഡിലെ ഒരു വളവാണ്. ഓക്കെ, അപ്പം ഇതിന്റെ പിന്നില് പഴയ നാടോടി കഥകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ളൊരു കഥയായിട്ടാണ് പറയപ്പെടുന്നത്. 1950, 60 കാലഘട്ടങ്ങളിൽ ഗർഭിണിയായിട്ടുള്ള സുമതി എന്ന് പറഞ്ഞൊരു യുവതിയെ അവളുടെ തന്നെ കാമുകൻ ഈ വളവിന്റെ അവിടെ ഇട്ടിട്ട് അതിദാരുണമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിനുശേഷം എന്താന്ന് വെച്ചാൽ, രാത്രികാലങ്ങളിൽ, അതായത് ഒരു 12 മണിക്കൊക്കെ ശേഷം ആ വളവിലൂടെ പോകുന്നവർക്ക് എന്താ പറയുക, മിസ്റ്റീരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായി. അതായത് ചിലരൊക്കെ ആ വളവിൽ വെച്ചിട്ട് വെള്ള സാരി എടുത്തിട്ട് പ്രേതത്തിനെ കണ്ടു എന്നും, അതുപോലെ അവിടെ എത്തുമ്പം വണ്ടി കേടാവുക, അല്ലെങ്കിൽ എന്തോ നമുക്ക് ആ വഴി പോകാൻ പറ്റാത്തൊരവസ്ഥകൾ ഉണ്ടാവുക, അതുപോലെ കുറേ അപകട മരണങ്ങൾ സംഭവിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊരു വശമാണെങ്കിലും വേറൊരു വശം ആൾക്കാർ പറയുന്നത് ഇത് ചുമ്മാ ഉണ്ടാക്കിയൊരു കഥയാണ്. കാരണം ആ വളവിനോട് ചേർന്നിട്ട് നിറയെ മരങ്ങളുണ്ട്. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ കള്ളത്തരമായിട്ടുള്ള രീതിയിൽ മരക്കടത്ത് നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ കെട്ടിച്ചമച്ചൊരു കഥയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഇങ്ങനെ അപകട മരണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ വളവിന്റെ കൺസ്ട്രക്ഷൻ ആ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു ബ്ലൈൻഡ് കർവ് മോഡൽ ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ആക്സിഡൻസ് സംഭവിച്ചതെന്നാണ് പലരും പറയുന്നത്. എന്ത് തന്നെ ആയാലും അവിടെ പോയവർക്ക് അറിയാം അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത്. ഇനിയിപ്പോ പോവാത്തവരാണെങ്കിൽ, ഇപ്പൊ ഈ സിനിമ ഇറങ്ങി ഈ സിനിമ കണ്ടതിന് ശേഷം ഇതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടിട്ട് ആ സൈഡിലോട്ട് പോകുന്നവര് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒറ്റയ്ക്കൊന്നും പോകരുത്, കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് പോവാ. കാരണം എല്ലാത്തിനും ഒരു സാക്ഷി കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.